പ്രമുഖ യു.എസ് ഷോർട്ട് സെല്ലറായ ഹിൻഡർബർഗിന്റെ സെബി ചെയർപേഴ്സണെതിരായ വെളിപ്പെടുത്തലിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് പാർട്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 22-നാണ് ഈ പ്രക്ഷോഭ പരിപാടി നടക്കുക. സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം. അന്ന് നടക്കുന്ന പ്രതിഷേധത്തിൽ സംസ്ഥാനങ്ങളിൽ ഇ.ഡി ഓഫീസുകളിലേക്കുള്ള മാർച്ചുകൾ കൂടി ഉൾപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് നടന്ന ജനറൽ സെക്രട്ടറിമാർ, ഭാരവാഹികൾ, പി.സി.സി പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ ഹിൻഡർബർഗ് വെളിപ്പെടുത്തലുകൾ അദാനി, സെബി എന്നിവയുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്നാണ് ജയറാം രമേശ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അദാനിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് രാജ്യവ്യാപകമായി പ്രക്ഷോഭം നടത്താൻ പാർട്ടി നേതൃത്വം ഐക്യകണ്ഠേന തീരുമാനിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. മാധബി ബുച്ചിന്റെ രാജിയും ജെ.പി.സി അന്വേഷണവും ഉയർത്തി തന്നെയാണ് കോൺഗ്രസ് പ്രക്ഷോഭം നടത്തിയത്. അദാനി ഗ്രൂപ്പിനെതിരായ സെബിയുടെ അന്വേഷണത്തിൽ ഉണ്ടായ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ ഉടനടി സർക്കാർ നടപടി വേണമെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട അഴിമതിയുടെ മുഴുവൻ വ്യാപ്തിയും അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി. രാജ്യത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണത്തിന്റെ രണ്ടാം ഘട്ടമായാണ് ഹിൻഡൻബർഗ് സെബി ചെയർപേഴ്സണെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തു വന്നത്. അദാനി ഗ്രൂപ്പിലേക്ക് പണമെത്തിയ ഷെൽ കമ്പനികളിൽ നിക്ഷേപം ഉണ്ടെന്ന ഗുരുതര ആരോപണമാണ് ഹിൻഡൻബർഗ് റിസർച്ച് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനി ഓഹരി വിപണിയിൽ കൃത്രിമം കാണിക്കാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന അതേ സ്ഥാപനമായ ബർമുഡയിലെയും മൗറീഷ്യസിലെയും അവ്യക്തമായ ഓഫ് ഷോർ ഫണ്ടുകളിൽ മാധബി ബുച്ചിനും ഭർത്താവിനും വെളിപ്പെടുത്താത്ത നിക്ഷേപം ഉണ്ടെന്നായിരുന്നു ആരോപണം. ഇത് വലിയ വിമർശനങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കുമാണ് വഴിയൊരുക്കിയത്. അതേസമയം ഹിൻഡർബർഗ് റിപ്പോർട്ട് തള്ളി അദാനി ഗ്രൂപ്പ് വന്നതും ശ്രദ്ധേയമായിരുന്നു. അടിസ്ഥാനരഹിതമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയടക്കം തള്ളിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. വസ്തുതകളെയും നിയമത്തെയും അവഗണിച്ചുകൊണ്ട് വ്യക്തിപരമായ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് ആരോപണങ്ങളെന്നും അദാനി ഗ്രൂപ്പ് ആരോപിക്കുന്നുണ്ട്. ഹിൻഡൻബർഗിന്റെ ഏറ്റവും പുതിയ ആരോപണങ്ങൾ വസ്തുതകളോടും നിയമങ്ങളോടും ബോധപൂർവമായ അവഗണനയാണ്. സമഗ്രമായ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമെന്ന് തെളിയിക്കപ്പെട്ടതും 2023 മാർച്ചിൽ സുപ്രീം കോടതി ഇതിനകം തള്ളിക്കളഞ്ഞതുമായ അപകീർത്തികരമായ ആരോപണങ്ങളാണിത്. ഞങ്ങളുടെ വിദേശ നിക്ഷേപങ്ങൾ പൂർണ്ണമായും സുതാര്യമാണ്. നിരവധി ഇന്ത്യൻ സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചൊരു സ്ഥാപനമാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഹിൻഡൻബർഗിന്റേത് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ്. ഇത്തരം ആരോപണങ്ങൾ ഇന്ത്യൻ നിയമങ്ങളോടുള്ള വ്യക്തമായ അവഗണനയാണെന്നായിരുന്നു അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞത്.